നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായി രണ്ടാമത്തെ സെക്ഷനിലും ഈ മാസത്തെ ആദ്യത്തെ സെക്ഷനിലും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ നഷ്ടത്തോടു കൂടിയിട്ട് തുടർച്ചയായി 5 ആഴ്ചയായിട്ട് നിഫ്റ്റിയൊക്കെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ദൃശ്യമായതെങ്കിൽ കൂടിയിട്ടും അവിടെ നിന്ന് മാർക്കറ്റ് കയറി 10:40 കൂടി നിഫ്റ്റിയൊക്കെ ഇന്ന് നിഫ്റ്റിയുടെ ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. രാവിലെ 11 മണിയോടുകൂടി പതുക്കെ മാർക്കറ്റിന്റെ പിടി നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. അവിടെ നിന്നും മാർക്കറ്റിന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുണ്ടായില്ല. നിഫ്റ്റി ഇന്ന് 24,784 എന്ന നിലയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും നിഫ്റ്റി 3 മണിയോടുകൂടി അതിന്റെ 100 ഡേ EMA സപ്പോർട്ട് ലെവലായ 24,600 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. തൽഫലമായി നിഫ്റ്റി ഇന്ന് 24,565 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായ നഷ്ടത്തിന്റെ ഫലമായി സെൻസെക്സിന് 585 പോയിന്റുകളും ബാങ്ക് നിഫ്റ്റിക്ക് 344 പോയിന്റുകളും ഫിൻ നിഫ്റ്റിക്ക് 150 പോയിന്റുകളും നഷ്ടമായി. ഇന്ന് മാർക്കറ്റിലുണ്ടായ ചാഞ്ചാട്ടത്തെ തുടർന്ന് ഇന്ത്യ വിക്സ് 4% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ക്ലോസിംഗ് ബേസിസിൽ 3.73% ഉയർച്ചയാണ് ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. 11.97 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്ന് NSEയിൽ ആകെ 632 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. തത്സമയം 2035 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, അദാനി എന്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം കൈവരിച്ചപ്പോൾ ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ്, ഹീറോ മോട്ടോർ കോർപ്പ്, HUL, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് സെക്ടർ വൈസ് എടുക്കുമ്പോൾ എല്ലാ സെക്ടേഴ്സിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇൻക്ലൂഡിംഗ് ഓട്ടോ, റിയാലിറ്റി, ഫാർമ, IT, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക്, ടെലകോം തുടങ്ങിയ സെക്ടറുകളിൽ 0.5% മുതൽ 2% ഇടിവ് അനുഭവപ്പെട്ടു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും അതിമോശമായ പ്രകടനം തന്നെയാണ് ദൃശ്യമായത്. BSE മിഡ് ക്യാപ്പിൽ 1.3%-യും സ്മോൾ ക്യാപ്പിൽ 1.6% ഇടിവും അനുഭവപ്പെടുകയുണ്ടായി. തത്സമയം ഇന്ന് ഇന്ത്യൻ രൂപ ഒത്തിരിയേറെ ട്രേഡിംഗ് സെക്ഷന് ശേഷം അമേരിക്കൻ ഡോളറിനെതിരെ 8 പൈസയുടെ നേട്ടം ഇന്ന് കൈവരിക്കുകയുണ്ടായി. ക്ലോസിംഗ് ബേസിസിൽ 87.52 എന്ന നിലയിലാണ് ഇന്ന് ഇന്ത്യൻ രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ പ്രധാനമായിട്ടും കാരണമായി മാറിയത് 5 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ട് ഇന്ത്യക്കെതിരെ വന്ന ട്രേഡ് താരിഫിന്റെ പ്രഖ്യാപനം തന്നെയാണ്. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ഫലം ഇന്നലെ മുതൽ നമ്മൾ മാർക്കറ്റിൽ അനുഭവിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു തുടർച്ച ഇന്നത്തേക്ക് വന്നപ്പോൾ അതിരൂക്ഷമാകുന്ന ദൃശ്യമാണ് ഇന്ന് മാർക്കറ്റിലും ദൃശ്യമാവുകയുണ്ടായത്. അതുകൂടാതെ ഇന്ന് ഓഗസ്റ്റ് 1 ട്രേഡ് താരിഫിന്റെ ഡെഡ് ലൈൻ എല്ലാ ലോകരാജ്യങ്ങൾക്കും അവസാനിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും ദൃശ്യമായിരുന്നു. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു കാരണമാണ് പ്രധാനമായും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ ഘടകങ്ങളിൽ ഒന്നാം സ്ഥാനം വഹിക്കുകയുണ്ടായത്. രണ്ടാമതായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ്. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ എമൗണ്ടിന് സെല്ല് ചെയ്ത് മാറുന്ന കാഴ്ച കണ്ടു. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ തുടർച്ചയായ 4 മാസങ്ങൾക്ക് ശേഷം ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ജൂലൈയിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് ഇന്നലത്തോടുകൂടി ദൃശ്യമായത്. അതുകൂടാതെ കഴിഞ്ഞ 9 ട്രേഡിംഗ് സെഷനുകളിൽ തുടർച്ചയായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സെല്ല് ചെയ്യുകയുണ്ടായി. 9 ട്രേഡിംഗ് സെഷന് കൊണ്ട് 27,000 കോടി രൂപയാണ് അവർ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിട്ടുമാറുകയുണ്ടായത്. സോ സ്വാഭാവികമായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ തുടർച്ചയായ സെല്ലിങ് ഒരു മാസത്തിലേറെയായി നമ്മുടെ മാർക്കറ്റിനെ ദിനം പ്രതി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ദൃശ്യമാകുന്നത്.
ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായ വീക്ക്നെസ് തന്നെയാണ് മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി സ്വാധീനിച്ച മറ്റൊരു ഘടകം. നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവിലാണ് വ്യാപാരം തുടരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. അതിൽ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 1.5% നഷ്ടത്തിലാണ്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്, ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ. ഇന്തോനേഷ്യൻ മാർക്കറ്റ് 0.7% ഉയർച്ചയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ കൊറിയൻ മാർക്കറ്റാണ് ഇന്ന് ബിഗസ്റ്റ് ലൂസേഴ്സ്. 4% കൊറിയൻ മാർക്കറ്റ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. മുൻപ് പറഞ്ഞ 3 കാരണങ്ങൾ മൂലം നിക്ഷേപകരുടെ ഇടയിൽ ആശങ്ക വളർന്നതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യ വിക്സില് 3% മുകളില് വർധനവുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഈ ഉയർച്ച തന്നെയാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകമായി മാറിയത്. അഞ്ചാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകം ഫാർമ സ്റ്റോക്സിലുണ്ടായ പ്രഷർ തന്നെയാണ്. തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനിലും ഫാർമ സെക്ടർ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചകളാണ് ദൃശ്യമായത്. ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 3%-ലധികം ഫോള് ഫാർമ സെക്ടറിൽ ദൃശ്യമായിരുന്നു. ട്രംപ് വേൾഡിലെ പ്രധാനപ്പെട്ട 17 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ കൈമാറി എന്നുള്ള വാർത്തകൾ വന്നതിനെ തുടർന്നാണ് ഇന്ന് ഫാർമ സെക്ടറിലും അതിരൂക്ഷമായ പ്രഷർ അനുഭവപ്പെടുകയുണ്ടായത്. സോ ഈ 5 കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണമായത്. തൽഫലമായി നമ്മുടെ മാർക്കറ്റിന് ഇന്ന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെക്ഷനിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും അതുകൂടാതെ തുടർച്ചയായി 5 ആഴ്ചയിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇത് കാരണമായി മാറി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലിലും നിലവിലെ ഇടിവ് തന്നെയാണ് ദൃശ്യമാകുന്നത്. തത്സമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ബിറ്റ്കോയിനൊക്കെ അതിശക്തമായി തന്നെ ഇടിയുന്ന കാഴ്ചകൾ ദൃശ്യമായി. 1,15,000 എന്ന ലെവലിന് താഴേക്ക് ബിറ്റ്കോയിൻ പതിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശാന്തി ഗോൾഡ് ഇന്ന് IPO NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 15%-ലേറെ പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി. ഇതിനുശേഷം 4% റാലിയും ഇന്ന് സ്റ്റോക്കിൽ ദൃശ്യമായിരുന്നു. അദാനി പവർ Q1 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 15.5% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം റവന്യൂവിലും 5.6% ഇടിവ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1:5 എന്ന റേഷ്യോയിലാണ്. റെക്കോർഡ് ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെല്ലോറാപ്പ് ഇൻഡസ്ട്രീസ് IPO ഇന്ന് NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 8% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി. PNB ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയുടെ MDയും CEOയും അദ്ദേഹത്തിന്റെ ടേം തീരുന്നതിന് മുൻപേ രാജിവെച്ചതിനെ തുടർന്ന് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ 17% ഇടിവ് ദൃശ്യമായി. സൺ ഫാർമ മോശമായി വന്ന Q1 റിസൾട്ടിന്റെ ഫലമായിട്ട് 5.7% ഇടിവ് എന്ന സ്റ്റോക്കിൽ ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. സൂസ്ലോൺ എനർജി കമ്പനിക്ക് 381 മെഗാവാട്ടിന്റെ പുതിയ ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. സ്വിഗ്ഗി മോശമായി വന്ന Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് സ്റ്റോക്കിന് 4%-ഓളം ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായിരുന്നു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡൊക്കെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.